കൃത്രിമക്കാലുകൾ ഇരിപ്പിടത്തിൽ വച്ച് രാജ്യസഭയിൽ സി സദാനന്ദൻ മാസ്റ്ററുടെ നന്ദി പ്രമേയ ചർച്ചാ മറുപടി പ്രസംഗം. പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബിയെ പൂജിക്കാൻ ഗണഗീതത്തിന്റെ വരികളും അദ്ദേഹം രാജ്യസഭയിൽ പരാമർശിച്ചു. നന്ദിപ്രമേയ ചർച്ചകൾക്ക് തുടക്കമിട്ടുള്ള പ്രസംഗത്തിലാണ് ദേശഭക്തിഗാനത്തിന്റെ വരികൾ ഉദ്ധരിച്ചത്. സദാനന്ദൻ മാസ്റ്ററുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ കേരളത്തിൽ നിന്നുള്ള പ്രതിപക്ഷ എംപിമാരുടെ ശ്രമമുണ്ടായി. There is a very famous patriotic song in Malayalam. It is commonly known as Ganageetham. It goes like this. Parama pavitramadami mannil Bharadambaye പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ. That is, on this extremely sacred soil to worship Mother India, there are beautiful gardens irrigated by the holy flows. Sir, worshipping Mother India means serving Indians. The words of Swami Vivekananda are relevant here. Swamiji or Narendranath Datta reminded us that worshipping the poor is the real Narayana Puja. Today, the modern Narendra, our beloved Prime Minister, is truly leading us on the holy path of human service. This is my two legs. I was a person with strong two legs, but below knee, nowadays, I'm using artificial limbs. Why? Because the democracy, every time I'm hearing from this house about democracy, democracy, democracy. But those who are roaring about democracy, they committed an attack upon me 31 years ago. In Kerala, the CPM leaders, according to their advice, the workers of CPIM. വിവരങ്ങളുമായി ശ്രീകാന്ത് ഒപ്പം ചേരുന്നു. ശ്രീകാന്ത്, കന്നിപ്രസംഗമാണ്, പക്ഷേ വളരെ വൈകാരികമായി പറയേണ്ടതൊക്കെ പറഞ്ഞ ഒരു പ്രസംഗം, അങ്ങനെ വേണ്ടേ കാണാൻ? കൃഷ്ണരാജ, ഒരു ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരൻ എങ്ങനെയാണോ പ്രസംഗിക്കുന്നത് അതിൻ്റെ എല്ലാ വശവും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രസംഗം അതായിരുന്നു സി സദാനന്ദൻ മാസ്റ്റർ ഇന്ന് രാജ്യസഭയിൽ നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നേരിട്ട ആ ദുരന്തം അദ്ദേഹം വിവരിക്കുമ്പോൾ വൈകാരികമായാണ് രാജ്യസഭ അത് കേട്ടത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് നേരിട്ട ആ ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടി CPIMൻ്റെ രാഷ്ട്രീയ അക്രമം അത് അദ്ദേഹം ഇന്ന് ഈ രാജ്യത്തിന് മുൻപാകെ ഉയർത്തിക്കാട്ടി. ശബരിമല പോലെ ഒരു പവിത്രമായ സ്ഥലത്ത് നടക്കുന്ന കൊള്ള, അത് കോൺഗ്രസും CPIMും കൂടി ചേർന്ന് നടത്തുന്ന കൊള്ള ഇന്ന് അദ്ദേഹം രാജ്യത്തോട് വിളിച്ചു പറഞ്ഞു. ഒപ്പം ഈ മഹാമാഘ മഹോത്സവം നടക്കുന്നിടത്ത് ഏർപ്പെടുത്തിയ തടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഹിന്ദു വിരുദ്ധതയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ കേരളം എങ്ങനെയാണോ ഈ രാഷ്ട്രത്തോട് ചേർന്ന് നിൽക്കുന്നത്, കേരളത്തിൻ്റെ ഈ രാജ്യത്തോടുള്ള, ഈ ദേശത്തോടുള്ള, ദേശീയതയോടുള്ള പ്രതിബദ്ധത അടക്കം അദ്ദേഹം ഇന്ന് ഈ പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ കന്നി പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരൻ്റെ രാഷ്ട്രീയ പ്രസംഗം എന്ന് വേണം അതിനെ കാണേണ്ടത്. പക്ഷേ ഒരു കാര്യം പറയേണ്ടത്, അദ്ദേഹം ഈ 2 വെപ്പുകാലുകൾ എടുത്ത് അവിടെ പാർലമെൻറ്റിന് എംപിമാർക്ക് കാണാൻ പാകത്തിന് വെച്ചു. ശേഷം അദ്ദേഹം പറഞ്ഞത് തൻ്റെ ഇപ്പോഴത്തെ കാലുകൾ ഇതാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തനിക്ക് ഉറപ്പുള്ള 2 കാലുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഉപയോഗിക്കുന്നത് വെപ്പുകാലുകളാണ് എന്ന് സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഈ സഭയിൽ ജനാധിപത്യത്തെക്കുറിച്ച് പലരും സംസാരിക്കുന്നത് കേട്ടു. എന്നാൽ ഈ 31 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ 2 കാലുകളും വെട്ടിമാറ്റി ജനാധിപത്യത്തിൻ്റെ സംരക്ഷകർ തനിക്ക് സമ്മാനിച്ചതാണ് ഈ വെപ്പുകാലുകൾ എന്ന് അദ്ദേഹം ഇന്ന് സഭയിൽ പറയുകയുണ്ടായി. അതേസമയം CPIM എംപിമാർ ജോൺ ബ്രിട്ടാസിൻ്റെ നേതൃത്വത്തിൽ സി സദാനന്ദൻ മാസ്റ്ററുടെ പ്രസംഗം തടയാൻ ശ്രമിച്ചു. അതേസമയം സി സദാനന്ദൻ മാസ്റ്ററുടെ പ്രസംഗം കേട്ട് അവിടെ അതിൻ്റെ തൊട്ട് മുൻപിലുണ്ടായിരുന്ന MP സുധാമൂർത്തി, ഇൻഫോസിസ് സ്ഥാപകൻ്റെ പത്നിയാണ്, അവർ ചെവി പൊത്തിയാണ് ഇരുന്നത്. കാരണം അത്രയേറെ വൈകാരികമായി, അത്രയേറെ വിഷമിപ്പിക്കുന്നതായിരുന്നു
ഒരു മനുഷ്യൻ്റെ, ഒരു പച്ച മനുഷ്യൻ്റെ കാലുകൾ വെട്ടിയെറിഞ്ഞുകൊണ്ടുള്ള ആ കൊടും ക്രൂരത. സദാനന്ദൻ മാസ്റ്റർ ബ്രിട്ടാസിനെ പേരെടുത്ത് പറഞ്ഞും ആക്രമിക്കുകയുണ്ടായി. നിങ്ങളുടെ അസഹിഷ്ണുത ഈ ലോകം അറിയണം എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു, നിങ്ങൾ മനുഷ്യത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നു, എന്നാൽ നിങ്ങളുടെ പ്രത്യയശാസ്ത്രം രാഷ്ട്രീയ അക്രമത്തിൽ അധിഷ്ഠിതമാണ് എന്ന് സദാനന്ദൻ മാസ്റ്റർ CPM-നെതിരെ ആഞ്ഞടിച്ചു. രാഷ്ട്രീയ അക്രമവും മനുഷ്യത്വവും ഒരുമിച്ച് പോകില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സഭയിൽ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഒന്നും പ്രദർശിപ്പിക്കില്ലെന്ന ചട്ടം സദാനന്ദൻ മാസ്റ്റർ ലംഘിച്ചു എന്ന് ബ്രിട്ടാസ് ഇതിനിടെ ആരോപിച്ചു. സ്വന്തം കാലുകളാണോ പ്രതിഷേധത്തിൻ്റെ ഭാഗം എന്ന് രാജ്യസഭാ ഉപാധ്യക്ഷന് ഈ ബ്രിട്ടാസിനോട് ചോദിക്കേണ്ട സാഹചര്യവും വന്നു എന്നുള്ളതാണ്. അതായത് CPM എന്ന സംഘടന, രാഷ്ട്രീയ പാർട്ടി ഒരു കൊടും ഭീകര സംഘടനയെപ്പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്ഥാനമാണ് എന്ന് ഇന്ന് തൻ്റെ ആദ്യ പ്രസംഗത്തിലൂടെ ഈ രാജ്യത്തോട് വിളിച്ചു പറയുകയായിരുന്നു സദാനന്ദൻ മാസ്റ്റർ. അതായത് നിങ്ങളുടെ ജനാധിപത്യം എന്താണെന്ന് രാജ്യത്തിന് മനസ്സിലായെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിങ്ങളുടെ ജനാധിപത്യത്തിൻ്റെ ഇരയാണ് താനെന്ന് MP സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. രാജ്യസഭയിൽ RSSനെ പരാമർശിച്ചുകൊണ്ടും പരമപവിത്രം ഗണഗീതം ചൊല്ലിയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുന്നോട്ട് പോയത്. ശബരിമലയിലെ കൊള്ളയെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. സർക്കാരിൻ്റെ അനുമതിയോടെ ശബരിമലയിൽ നിന്നും ലക്ഷക്കണക്കിന് മൂല്യമുള്ള സ്വർണം കടത്തിക്കൊണ്ടുപോയി എന്ന് സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് അത് കണ്ടിരുന്നു എന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം തന്നെ പാർലമെന്റിലെ തൻ്റെ ആദ്യ പ്രസംഗം നിന്ന് അവതരിപ്പിക്കാൻ സാധിക്കാത്തതിൽ തനിക്ക് അതിയായ ദുഃഖമുണ്ട് എന്നാണ് സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞത്. CPM തനിക്ക് നേരെ നടത്തിയ അക്രമത്തെ തുടർന്നാണ് ഇത്. ബ്രിട്ടാസിനെ ഇതിനിടെ രാജ്യസഭാ ഉപാധ്യക്ഷൻ കടന്നാക്രമിക്കുന്ന കാഴ്ചയും കണ്ടു. കാരണം അദ്ദേഹത്തിന് തന്നെ ബ്രിട്ടാസിൻ്റെ ഈ അരോചകമായ ശബ്ദത്തെ സഹിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത്, കുറച്ചുപേർ സദാനന്ദൻ മാസ്റ്ററുടെ കാലുകൾ വെട്ടിയെടുത്തു, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വെപ്പുകാലുകളും മാറ്റാൻ ആവശ്യപ്പെടുകയാണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ വെപ്പുകാലുകളെങ്കിലും ഉപയോഗിക്കാൻ താങ്കൾ അനുവദിക്കും എന്ന് പ്രതീക്ഷിക്കുന്നതായി ബ്രിട്ടാസിനോട് രാജ്യസഭാ ഉപാധ്യക്ഷൻ പറഞ്ഞു. തൻ്റെ കന്നി പ്രസംഗം ഒരു തികഞ്ഞ രാഷ്ട്രീയ പ്രസംഗവും അതോടൊപ്പം തന്നെ രാജ്യം മുന്നേറിക്കൊണ്ടിരിക്കുന്ന വികസനത്തെക്കുറിച്ചും ഈ ദേശീയതയോടുള്ള പ്രതിബദ്ധത അറിയിച്ചുകൊണ്ടും ഒക്കെ തന്നെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയി. ഒരു തുടക്കക്കാരൻ്റെ പ്രസംഗം, ആദ്യ കന്നിപ്രസംഗം എന്നൊന്നും അതിനെ വിലയിരുത്താൻ സാധിക്കില്ല. ഇരുത്തം വന്ന ആ പ്രാസംഗികൻ്റെ പ്രസംഗമാണ് നമ്മൾ ഇന്ന് രാജ്യസഭയിൽ കേട്ടത്. CPM എന്ന സംഘടന ലക്ഷണമൊത്ത ഭീകര സംഘടന എന്ന രീതിയിൽ ഈ രാജ്യത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു. ശരി, ശ്രീകാന്ത്, കൃത്രിമക്കാലുകൾ ഇരിപ്പിടത്തിൽ വച്ച് രാജ്യസഭയിൽ സദാനന്ദൻ മാസ്റ്ററുടെ നന്ദിപ്രമേയ ചർച്ച മറുപടി പ്രസംഗം. നോക്കൂ ശ്രീകാന്ത്, ഒരാൾ ആദ്യമായി രാജ്യസഭയെ അഭിസംബോധന ചെയ്യുന്നു, അത് രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ചയിന്മേൽ ഉള്ള മറുപടി പ്രസംഗമാണ്. നോക്കൂ എത്ര കൃത്യമായി പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ഒരു പ്രസംഗമായി മാറി. ശബരിമല സ്വർണ്ണക്കവർച്ചാ വിഷയവും അവിടെ പരാമർശിക്കപ്പെട്ടുവല്ലോ ശ്രീകാന്ത്. ശബരിമല പോലെ കൃഷ്ണരാജ്, ഈ ശബരിമല എന്ന് പറയുന്നത് കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ അഭയകേന്ദ്രമാണ്. എല്ലാ കാലത്തും CPM-ഉം ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരും ശബരിമലയെ വിവാദ കേന്ദ്രമാക്കാൻ ശ്രമിച്ചിട്ടുമുണ്ട്. നേരത്തെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ശബരിമലയിൽ വിശ്വാസികളെ ചവിട്ടിമെതിച്ചതും വിശ്വാസികൾക്ക് നേരെ ഉണ്ടായ അതിക്രമവും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ശബരിമലയിൽ ഭഗവാന്റെ വിഗ്രഹം ഒഴിച്ച് ബാക്കിയുണ്ടായിരുന്ന മുഴുവൻ സ്വർണവും അവിടെ നിന്നും CPM-ന്റെ നേതാക്കൾ, ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ കടത്തിക്കൊണ്ടുപോയത്, കൊള്ളയടിച്ചു കണ്ടത്. ആ വിഷയം വളരെ കൃത്യമായി ഈ നന്ദിപ്രമേയം അവതരിപ്പിക്കുമ്പോൾ സദാനന്ദൻ മാസ്റ്റർ ഉന്നയിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് വലിയ കൊള്ളയാണ് അവിടെ നടന്നത്. പക്ഷേ പ്രതിപക്ഷമായ കോൺഗ്രസ് അതിന് ഒത്താശ പാടി എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഒന്ന് ആലോചിക്കണം, അതിലെ മുഖ്യ പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രീമതി സോണിയാഗാന്ധിയെ, സാക്ഷാൽ സോണിയാഗാന്ധിയെ സന്ദർശിച്ചത് കൂടിയാണ്. സഭയിൽ ആ വിഷയം കൊണ്ടുവരിക വഴി ദേശീയ ശ്രദ്ധയിലേക്ക് CPM-ന്റെയും കോൺഗ്രസിൻ്റെയും ഒരുമിച്ചുള്ള കൊള്ള കൊണ്ടുവരാൻ സദാനന്ദൻ മാസ്റ്റർക്ക് കഴിഞ്ഞു. അതൊരു മാസ്റ്റർ സ്ട്രോക്ക് എന്ന് വേണം അതിനെ വിലയിരുത്തേണ്ടത്. ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരനാണ് സദാനന്ദൻ മാസ്റ്റർ എന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു. രണ്ടാമത് മറ്റൊരു കാര്യം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. കേരളത്തിൽ ഇപ്പോൾ യുവാക്കൾ വിദേശത്തേക്ക് ചേക്കേറുന്ന ആ ഒരു പ്രവണത അത് അദ്ദേഹം തുറന്നു പറഞ്ഞു. കേരളം ഇന്നൊരു വൃദ്ധസദനമായി മാറുന്നു
എന്നാണ് സി സദാനന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാണിച്ചത്. യുവാക്കൾ വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി വിദേശത്തേക്ക് കടക്കുന്നു. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ കേരളത്തിൽ തൊഴിലും വിദ്യാഭ്യാസവും സിസ്റ്റമാറ്റിക്കായി ഈ യുവാക്കൾക്ക് ഡിനൈ ചെയ്യുന്നു എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഈ അവസ്ഥ ഉണ്ടാക്കിയത് LDFും UDFുമാണെന്ന് പറഞ്ഞു വയ്ക്കാനും അദ്ദേഹം ആ സമയം ഉപയോഗിച്ചു. മറ്റൊന്ന് നമ്മൾ കേട്ടത് ഈ പരമപവിത്രത്തെക്കുറിച്ചുള്ളതാണ്. ആ കേരളത്തിൽ ഗണഗീതം വലിയ വിവാദമായി മാറ്റുകയും ക്ഷേത്രോത്സവങ്ങളിൽ അത് പാടുമ്പോൾ ഇനി പാടിയാൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് KK രാഗേഷിനെ പോലെയുള്ളവർ ഭീഷണി മുഴക്കുകയും ചെയ്യുമ്പോൾ ഇതാ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ RSSന്റെ പ്രാർത്ഥന ചൊല്ലുകയാണ് സി സദാനന്ദൻ മാസ്റ്റർ. ഏത് ഗണഗീതമാണോ നിരോധിക്കും, ഏത് ഗണഗീതം പാടിയാലാണോ കായികമായി ആക്രമിക്കും എന്ന് KK രാഗേഷ് അടക്കം പറഞ്ഞത്, അതേ ഗണഗീതം CPIMന്റെ MPമാരെ സാക്ഷി നിർത്തി അവരുടെ കൊടും ക്രൂരതയുടെ ഇര സി സദാനന്ദൻ മാസ്റ്റർ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ ഇരുന്ന് പാടുന്ന ദൃശ്യങ്ങളും ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും ഇത് CPIMനെ സംബന്ധിച്ചിടത്തോളം മറക്കാത്ത ദിനം എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും നാൾ ജനാധിപത്യം, മനുഷ്യത്വം എന്നൊക്കെ പറഞ്ഞു നടന്ന ഒരു പാർട്ടി ലക്ഷണമൊത്ത ഭീകര സംഘടന, ISISനെ പോലും നാണിപ്പിക്കുന്ന ഭീകര സംഘടനയാണ് എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയായിരുന്നു സി സദാനന്ദൻ മാസ്റ്റർ തൻ്റെ കന്നിപ്രസംഗത്തിലൂടെ. ശ്രീകാന്ത്, അതായത് നിങ്ങളുടെ ജനാധിപത്യം എനിക്ക് സമ്മാനിച്ചത് ഇതാണ് എന്ന് കൃത്രിമക്കാലുകളെ ചൂണ്ടിക്കാട്ടിയായിരുന്നല്ലോ സദാനന്ദൻ മാസ്റ്ററുടെ പ്രസംഗം. അതായത് ശ്രീകാന്ത് പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു പ്രസംഗമായി ഇത് മാറുന്നു. മറുവശത്ത് CPMന് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസമായും ഇത് മാറുന്നു. നോക്കൂ, ആ ഒരൊറ്റ വാക്കിലൂടെ, ഒറ്റ വരിയിലൂടെ, നിങ്ങളുടെ ജനാധിപത്യം എനിക്ക് സമ്മാനിച്ചത് എന്ന് പറഞ്ഞ ഒറ്റ വരിയിലൂടെ പഴയ കാലമെല്ലാം ഓർമ്മിപ്പിച്ചോ സദാനന്ദൻ മാസ്റ്റർ? തൻ്റെ വെപ്പുകാലുകൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, CPMനെ ആ വെപ്പുകാലുകൾ എത്രത്തോളം ഭയപ്പെടുത്തുന്നു എന്നുള്ളത് ജോൺ ബ്രിട്ടാസിൻ്റെ ആ ദയനീയമായ അലർച്ചയിലൂടെ ഇന്ന് രാജ്യസഭ കണ്ടു. ഒരു മനുഷ്യൻ്റെ ഇരു കാലുകളും അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് തൊട്ടു മുൻപ് അദ്ദേഹത്തെ ആക്രമിച്ച് ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചാക്രമിച്ച് വെട്ടിക്കളയുന്നു. അവിടെ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ ആ പാർട്ടി, നാമാവശേഷമായ ആ പാർട്ടിയെ സാക്ഷി നിർത്തി അദ്ദേഹം സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വെപ്പുകാലുകൾ പോലും CPMനെ ഭയപ്പെടുത്തുന്നു എന്നുള്ളതാണ് ബ്രിട്ടാസിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ബ്രിട്ടാസ് പറഞ്ഞത് രാജ്യസഭാ ഉപാധ്യക്ഷനോട് പറയുകയാണ്, ഈ സഭയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുന്നതിനോ ഡെമോൺസ്ട്രേഷൻ നടത്താനോ അനുവദിക്കില്ല എന്ന് താങ്കൾ തന്നെ പറഞ്ഞതാണ്, താങ്കളുടെ റൂളിംഗ് ഉണ്ട്. പക്ഷേ എന്നിട്ടും ഇവിടെ ഇതാ രണ്ട് വെപ്പുകാലുകൾ വെച്ചുകൊണ്ട് പ്രതിഷേധം നടക്കുന്നു എന്നാണ് ബ്രിട്ടാസ് പറഞ്ഞത്. കാരണം അതിൽ നിന്നും വ്യക്തമാകുന്നത്, മനസ്സിലാക്കേണ്ടത്, സി സദാനന്ദൻ മാസ്റ്റർ എന്ന മനുഷ്യൻ, തൻ്റെ സ്വന്തം കാലുകളിൽ നടന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ സി സദാനന്ദൻ മാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ വെപ്പുകാലുകൾ പോലും CPMനെ ഭയപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതിനുമപ്പുറം സി സദാനന്ദൻ മാസ്റ്ററുടെ ആ വാക്കുകൾ എന്ന് പറയുന്നത്, ഇപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ നിങ്ങളുടെ ജനാധിപത്യം എനിക്ക് നൽകിയ സമ്മാനമാണിത് എന്ന് പറഞ്ഞ് ആ മരക്കാലുകളിലേക്ക് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ രാജ്യം മുഴുവൻ CPM എന്ന പ്രസ്ഥാനത്തെ നോക്കി, CPM എന്ന ലക്ഷണമൊത്ത ഭീകര സംഘടനയെ നോക്കി വല്ലാതെ ആശ്ചര്യപ്പെട്ടു പോവുകയാണ്. ഇവരാണോ ഇത്ര കാലം ജനാധിപത്യം എന്ന് പറഞ്ഞത്? ഇവരാണോ ഇത്ര കാലം മനുഷ്യത്വത്തെക്കുറിച്ച് പറഞ്ഞത്? തുടങ്ങി ആശ്ചര്യപ്പെട്ടു പോവുകയാണ്. ആ സഭയിലുണ്ടായിരുന്ന മുഴുവൻ ഭരണനിരയിലെ അടക്കം ആളുകൾ ഷെയിം എന്ന് പറഞ്ഞാണ് CPMൻ്റെ MPമാർക്ക് നേരെ പറയുകയുണ്ടായത്. നമ്മളതിൽ കണ്ട വൈകാരികമായ മറ്റൊരു കാര്യം, ഇൻഫോസിസ് സ്ഥാപകൻ സുധാമൂർത്തിയുടെ പത്നി, ഇൻഫോസിസ് സ്ഥാപകൻ്റെ പ്രിയപത്നി സുധാമൂർത്തി ഉണ്ടായിരുന്നു, നാരായണമൂർത്തിയുടെ ഭാര്യ. അവർ ഈ പ്രസംഗം തൊട്ടു മുന്നിലിരുന്നാണ് കേൾക്കുന്നത്. കേൾക്കുമ്പോൾ അവർ തൻ്റെ ഇരു ചെവികളും പൊത്തിപ്പിടിക്കുകയാണ്. പറഞ്ഞു വരുന്നത് ഒരു മനുഷ്യനും താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. ഒരു മനുഷ്യനെ വിവാഹത്തിന് മുൻപ്, വിവാഹത്തോട് തൊട്ടടുത്ത് 31 വർഷം മുമ്പ് അദ്ദേഹം നടന്നു വരുന്ന വഴിയിൽ പതിയിരുന്ന് രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ ജീവനോടെ അദ്ദേഹത്തിൻ്റെ ഇരു കാലുകളും കൊത്തി നുറുക്കുകയാണ്. ആ കാലുകൾ വെട്ടി അരിഞ്ഞെറിയുകയാണ്. അതിനെക്കുറിച്ചാണ് അദ്ദേഹം അവിടെ പറയുന്നത്. അത് കേട്ടപ്പോൾ സുധാമൂർത്തി തൻ്റെ ചെവികൾ രണ്ടും പൊത്തിപ്പിടിച്ച് അത് കേൾക്കാൻ, അത് താങ്ങാൻ കഴിയാത്ത വിധം ഇരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇന്ന് കണ്ടു. ഒരു പക്ഷേ രാജ്യത്ത് തന്നെ ഒരു ജനപ്രതിനിധി ഇതുപോലെ ഒരു പ്രസംഗം നടത്തുന്നത് ഇതാദ്യമായാണ്. തെളിവ് സഹിതം ഇതാണ് CPIM,
ഇവരാണ് ജനാധിപത്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്, ഇവരാണ് നിങ്ങൾക്ക് മനുഷ്യത്വത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നത്, ഇവരാണ് മതേതരത്വം പറയുന്നത് എന്ന് സി സദാനന്ദൻ മാസ്റ്റർ തെളിവ് സഹിതം ആ സഭയോട് പറയുകയായിരുന്നു. അത് ഈ രാജ്യം മുഴുവൻ കാണുകയുമായിരുന്നു.